ഒരു 14 സെന്റ് സ്ഥലവും നല്ല കിണർ വെള്ള സൗകര്യവും ഒക്കെയുള്ള നല്ല റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന 2100 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് ഫുൾ ഫർണിച്ചറോട് കൂടി നിങ്ങൾക്ക് അങ്ങ് സ്വന്തമാക്കിയാലോ. ഇതാ ഈ ഫുൾ ഫർണിച്ചറോട് കൂടിയുള്ള ഈ കിടക്കൻ വീട് മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. പാല ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തോളം പോയി കഴിയുമ്പോൾ 2.5 കിലോമീറ്ററിന് അടുത്ത് കൂട്ടിക്കോളൂ. 2.5 കിലോമീറ്ററോളം ദൂരം പോയി കഴിയുമ്പോൾ നല്ല വീതിയുള്ള റോഡിൽ തന്നെ വാഹനം ഓടിച്ച് പോയാൽ മാത്രം മതി നമുക്ക് വീട്ടിലെത്താൻ സാധിക്കും. അങ്ങനെയുള്ള നല്ലൊരു ഏരിയയിൽ മുറ്റമെല്ലാം സ്റ്റോണൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വീടിന്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ. ചോദിക്കുന്ന വില 1,10,00,000 രൂപ. 2100 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ്. അപ്പോൾ നല്ല കിടുക്കനായിട്ടുള്ള ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എന്നെ മറക്കണ്ട, ഞാൻ ബിജു പാല. വീതിയുള്ള റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഈ വീടിൻ്റെ റോഡ് ഇതാണ്. ഈ വീട്ടിലേക്കും ഇത് തൊട്ടടുത്തുള്ള ഈ 2 വീടുകളിലേക്കും മാത്രമായിട്ടുള്ള റോഡാണ്. ഇത് ഇവിടം മുതൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഇതാണ് കിണറ് വെള്ളം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതും ഈ റോഡും ഉൾപ്പെടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു മുറ്റം. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് കാണാം. അവിടെയും നല്ല മുറ്റമുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ട് എന്നാൽ വീടിനോട് ചേർത്ത് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വന്ന റോഡ്. നമ്മുടെ വീടിൻ്റെ വരാന്ത അല്ലെങ്കിൽ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കാർ പോർച്ചിൻ്റെ സൈസ് ഒന്ന് കാണുകയാണ്. 2 വണ്ടി കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ്. പാലാ ടൗണിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. 14 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടിയാണ്. ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു 1,10,00,000 രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. സിറ്റ് ഔട്ട് എല്ലാം ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പില്ലറുകളിലെല്ലാം ടെക്സ്ചർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു കളർ കോഡാണ് ചെയ്തിരിക്കുന്ന ടെക്സ്ചർ വർക്ക്. ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുക. തേക്ക് കൊണ്ട് ചെയ്തിരിക്കുന്ന അതുപോലെ തന്നെ ഡോറുകൾ എല്ലാം തേക്കാണ്. കട്ടള മുഴുവൻ ആഞ്ഞിലി, അകത്തെയും പുറത്തെയുമായ ഡോറുകൾ കംപ്ലീറ്റ് തേക്കാണ്. അപ്പോൾ തേക്കൻ തടി കൊണ്ടുള്ള ഈ ഡോറ് തുറന്ന് നമ്മൾ ഫ്രണ്ട് ഡോറ് നല്ല ഒരു ഡിസൈനുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് നല്ലൊരു സ്വീകരണ മുറി. ഇവിടെ ഒരു സോഫ സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. കോർണർ സോഫ പുതിയ സോഫ സെറ്റാണ് ഇവിടെ ഇട്ടിരിക്കുക. ഈ സോഫ സെറ്റ് കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ വീട് പറയുന്നത്. അപ്പോൾ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് കാണാം. ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഈ പാർട്ടീഷൻ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുക. ഇവിടെ രൂപക്കോഡിൻ്റെ പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് രൂപക്കോടും ഈ കയറി വരുന്ന ഹോളിൽ തന്നെ ചെയ്തിരിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടാണ് വന്നിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്തത് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു. ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളും ചെയേഴ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ഫർണിഷ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ നമ്മൾ എടുക്കുവാനായിട്ട് വന്നത്. ഫുൾ ഫർണിച്ചർ, അതായത് ഇവിടെ 6 ചെയറും ഒരു നല്ലൊരു ഡൈനിങ് ടേബിളും ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. മനോഹരമായൊരു കിച്ചണാണ് വന്നിരിക്കുക. കിച്ചണിൽ മുകളിലും താഴെയുമായിട്ട് നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാനോ വൈറ്റാണ് ടേബിൾ ടോപ്പായിട്ടിരിക്കുന്നത് നമ്മുടെ കിച്ചൺ സ്ലാവ്. ഇവിടെയാണ് നമ്മുടെ കബോർഡ് വർക്ക് ഏരിയ വരുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ്, വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള സ്പേസ് എല്ലാം ഈ വീടിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇതാണ് നമ്മുടെ വീണ്ടും നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവുകയാണ്. ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക. ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് ഒരു ശകലം അകന്നിരിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. അവിടെ ഒരു കോമൺ ടോയ്ലറ്റ്, ഈ ഇത് 4 ബെഡ്റൂമുള്ള വീടാണ്. അതിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയാണ് നമുക്ക് വന്നിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇതാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ്, വാഷ് ഏരിയ. ഇനി നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇത് തേക്കിൻ തടി കൊണ്ട് തന്നെയുള്ള ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബെഡ്റൂമിലേക്കുള്ള ഡോറും തേക്ക് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. നമുക്ക് ഇവിടുന്ന് ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ്.
നല്ല സൈസുള്ള ബെഡ്റൂം തന്നെയാണ്. ഡ്രസ്സിങ് ഏരിയയ്ക്ക് സമീപത്ത് തന്നെ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റ് ഇവിടെ നല്ല ഒരു ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ടോയ്ലറ്റാണ്. നല്ല ടൈല് വർക്കുകളുണ്ട്. ടൈല് വർക്കുകളെല്ലാം ഭംഗിയാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് അല്ലാത്തത്. പകരം ഈ ബെഡ്റൂമിന് തൊട്ടടുത്ത് തന്നെയാണല്ലോ കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുക. അപ്പോൾ ഈ ബെഡ്റൂമിൽ താമസിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടോയ്ലറ്റ് ഇതിന് തൊട്ട് സമീപത്ത് തന്നെ ചെയ്തിരിക്കുക. അപ്പോൾ ഈ 4 ബെഡ്റൂം വീട് നമുക്ക് ഇവിടെ എല്ലാം ലൈറ്റ്, ഫാന് അങ്ങനെയെല്ലാം വന്നിട്ടുണ്ട്. ബെഡ്റൂമുകളിൽ നമുക്ക് ബെഡ് കൂടി ഇടുന്നതാണ്. അത് കട്ടിലും ബെഡും നമുക്ക് ഈ ബെഡ്റൂമിൽ അവർ തന്നെ ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഫുൾ ഫർണിച്ചർ ചെയ്തുകൊണ്ടാണ് ഈ വീട് വിൽക്കുക. അപ്പോൾ നമുക്ക് മേടിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഈ വീടിൽ കിട്ടും. അപ്പം നമുക്ക് എന്താ പറയുന്ന സോഫ സെറ്റുണ്ട്, ഡൈനിങ് ടേബിളുണ്ട്, ചെയറുണ്ട്, 6 ചെയറുണ്ട്. 3 ചെയർ വെച്ച് 2 സൈഡിലും. 4 ബെഡ്റൂമിലും കട്ടിലും ബെഡും കൂടി ഇടുന്നതാണ്. ഡബിൾ കോട്ട് കട്ടിലും ഫാമിലി കോട്ട് കട്ടിലുമായിട്ടുള്ള കട്ടിലുകളാണ് ഇടുന്നതെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ അതും പുതിയത് തന്നെയാണ്. എല്ലാം ഫുൾ ഫർണിച്ചറോട് കൂടി നിങ്ങൾക്ക് ഈ വീട് കിട്ടുമ്പോൾ നമുക്ക് ഫർണിച്ചർ മേടിക്കാൻ വരുന്ന കോസ്റ്റ് നമുക്കറിയാം. എപ്പോഴും റെഡിമെയ്ഡ് വീട് ആഗ്രഹിച്ച് വരുന്നവരുണ്ട് ആണ് കൂടുതലും. അപ്പോൾ നമുക്കൊരു റെഡിമെയ്ഡ് വീട് എന്ന് വെച്ച് ഉദ്ദേശിച്ചത് പുതിയ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള പുതിയ വീടുകൾ ആഗ്രഹിച്ച് വരുന്നവർക്ക്, ജോലിക്കൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ NRIs അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് നിന്ന് പണിയിപ്പിക്കുവാൻ, അതുപോലെ തന്നെ വീട് മേടിച്ച് കഴിയുമ്പോൾ ഫർണിച്ചർ അന്വേഷിച്ച് നടക്കുവാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഫർണിച്ചറോട് കൂടി എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ, ഈ സോഫ സെറ്റൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെയൊക്കെ റേറ്റ് വേണമെങ്കിൽ ഇതിൽ റേറ്റ് കുറച്ച് കിട്ടുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല റേറ്റ് ഉള്ള നല്ല സോഫ സെറ്റൊക്കെയാണ് മേടിച്ചിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം ഇവിടെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. കബോർഡ് ഇതെല്ലാം മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു അലമാരി പോലെ മേടിച്ച് വെച്ചിരിക്കുന്ന മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളാണ്. ടോയ്ലറ്റുകളെല്ലാം നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ്. ഇവിടുന്ന് പാലാ ടൗണിലേക്ക് ഉദ്ദേശം ഒരു 2-നും 2.5 ഇടയ്ക്ക് കിലോമീറ്റർ ദൂരമാണുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ കടകൾ ആവശ്യമുണ്ടെങ്കിൽ കടകളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കടകളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ തൊട്ടടുത്ത് തന്നെ കടകൾ, ഹോട്ടൽ, അതുപോലെ തന്നെ പലചരക്ക് കടകളൊക്കെ ഉണ്ട്. ബസ് സ്റ്റോപ്പ് ഇതുവഴി ഒരു 300 മീറ്റർ അടുത്തുകൂടി ഒരു ബസ് ഓടുന്ന റോഡുണ്ട്. ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ ബസ് ഓടുന്ന റോഡുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അമ്യൂണിറ്റീസ്, കുടിവെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട്. അതിന് എല്ലാ അമ്യൂണിറ്റീസും തൊട്ടടുത്തിൽ തന്നെ ലഭിക്കുന്ന നല്ലൊരു വീട്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.